ഹലോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഖത്തറിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇവളെ ഇതുവരെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അതെ, ഞാനിവിടെ പുതിയതാണ്. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഒത്തിരി പ്രതീക്ഷകളൊന്നും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഒരുപാട് മിസ്റ്റേക്കുകൾ ഈ വീഡിയോയിൽ ഉണ്ടാവും. എഡിറ്റിങ്ങും അതുപോലെ വീഡിയോ എടുത്തിട്ടുള്ളതാണെങ്കിലും എല്ലാം കുറേ പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ. അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ പയ്യെ പയ്യെ പഠിച്ച് എൻ്റെ വീഡിയോ ഇമ്പ്രൂവ് ആക്കാം കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്നത് എൻ്റെ മോനാണ് കേട്ടോ. അവൻ്റെ പേര് ആദം എന്നാണ്. ഇത് എൻ്റെ ഹസ്ബൻഡാണ്. അവനെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അവനെ നിലത്തേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. അവൻ ഓട്ടമായിരിക്കും. നമ്മളിപ്പോൾ നടന്നു വരുന്ന ആ വഴീനെ പറയുന്നത് ബാങ്ക് സ്ട്രീറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഖത്തറിലെ ബാങ്കുകളൊക്കെ ആ ഭാഗത്തായിട്ടാണ് ഉള്ളത്. പിന്നെ നമ്മൾ സൂക്കിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. നമ്മുടെ റൂമെന്ന് പറഞ്ഞാൽ സൂക്കിൻ്റെ തൊട്ടടുത്താണ്. നമുക്ക് 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പാസ് ചെയ്ത് പോകുന്നത് അതിൻ്റെ അപ്പുറത്തൊരു ബോർഡിലെ നമ്പേഴ്സ് കണ്ടില്ലേ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിയിലൂടെ എത്ര പേര് പാസ് ചെയ്തിട്ടുണ്ടോ അത്രയും പേരുടെ നമ്പർ കൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് എനർജി സേവിങ്ങിൻ്റെ ഭാഗവും കൂടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ എനിക്കറിയത്തില്ല. ഇത്തരം കാര്യങ്ങളാണ് എനിക്കതിനെക്കുറിച്ച് അറിയുള്ളൂ. പിന്നെ നമ്മൾ കുഞ്ഞിനെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ ഓടും. ഞാനും കൂടെ ഓടും, ഹസ്ബൻഡും കൂടെ ഓടും. പിന്നെ കുറച്ച് നേരം അവൻ്റെ എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. നമ്മൾ റോഡായതുകൊണ്ട് കൂടുതലും അവനെ എടുത്ത് പിടിച്ചേക്കാണ്. പിന്നെ അവൻ്റെ ഷൂ ഇട്ടിട്ട് അവൻ്റെ കാല് ചെറുതായിട്ടൊന്ന് തൊലി പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വേദനയൊക്കെ കാരണമാണ് ഇന്ന് കയ്യിലിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആൾ നിലത്ത് തൊടാതെ ഓടും. ഞങ്ങൾ പിന്നാലെ ഓടും. 10 മിനിറ്റ് കൊണ്ട് സൂക്കിലെത്തേണ്ട ഞങ്ങൾ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് സൂക്കിലേക്ക് എത്താറ്. അങ്ങനെ വരുന്ന വഴിക്ക് അവനൊരു ടോയ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ടെസ്റ്റിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പനും മോനും കൂടിയിട്ട് അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടെസ്റ്റിങ് കഴിഞ്ഞ് അവൻ്റെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൂക്കിലേക്ക് അടുത്തത് നടക്കാം കേട്ടോ. അതുവരെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ അവൻ്റെ വാശിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ സൂക്കിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ അവിടെ ഒരു നല്ല ഭംഗിയുള്ള ഹോട്ടലുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് കയറി ചെറിയതായിട്ടൊന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. അങ്ങനെ നമ്മൾ സൂക്കിലേക്ക് പോവാണ് കേട്ടോ. സൂക്കിലേക്ക് മെയിൻ എൻട്രൻസ് ഇതല്ല, പക്ഷേ ഇതിൽ കയറാനായിട്ട് നല്ല ഭംഗിയാണ്. ഞാൻ ഖത്തറിൽ ആദ്യമായിട്ട് വന്നിട്ട് സെക്കൻഡ് ഡേ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അന്ന് വരുമ്പം എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു വേറെ ലോകത്ത് ഞാൻ വന്നിട്ടുള്ളൊരു ഫീലായിരുന്നു. ഇപ്പം ഞാൻ വന്ന് എനിക്കത് ശീലമായി, കണ്ട് പരിചയമായി. അങ്ങനെ ഞങ്ങൾ ഈ വഴിക്കാണ് ഫസ്റ്റ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീഡിയോയിലും അതുപോലെ തന്നെ ഇതിലേ കയറാമെന്ന് വിചാരിച്ചു. ഇതിൽ കയറാൻ കാരണം ഇവിടെ കണ്ടില്ലേ, കാണാൻ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ സൂക്കിലേക്ക് വന്നു. സൂക്കിലേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. ഒരു ഊതിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഈ സൂക്കിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറുമ്പോൾ കിട്ടാം. ഫസ്റ്റ് വന്ന സമയത്തൊക്കെ എനിക്ക് ആ സ്മെല്ല് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ആ സ്മെല്ല് ഖത്തറിൻ്റെ ഒരു മണമായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങി. എനിക്കതിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗം നമ്മൾ ഖത്തറിൽ സൂക്കിലേക്ക് കയറുന്നതാണ്. ആ കെട്ടിടങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വളരെ പഴക്കം ചെന്നിട്ടുള്ള കെട്ടിടങ്ങളാണ്. 100 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ ഇത്. സൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് എന്നാണ്. അതായത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു പഴയ മാർക്കറ്റിലേക്കാണ്. ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു മാർക്കറ്റിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ മനസ്സിലാക്കിയത്. ഒരു മാർക്കറ്റിൽ സാധനങ്ങൾ എങ്ങനെയാണോ വിൽക്കുന്നത് അതേപോലെ ഇപ്പോഴും അവർ ആ പഴയ രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഒരു കാര്യത്തിലും മാറ്റമില്ലാണ്ട് ആ പഴമ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അവരിപ്പോഴും ഈ സൂക്കിനെ കൊണ്ടുപോകുന്നത്. ഇപ്പം ഞാൻ നടന്നു പോകുന്നത് സൂക്കിലെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷനിലേക്കാണ് കേട്ടോ. ആ ഒരു അതൊരു തമ്പാണ്.
നമ്മൾ അവിടെ ചെന്ന് നിന്ന് ഫോട്ടോ എടുക്കും, പോസ്റ്റ് ചെയ്യും. ഇല്ലാണ്ട് സൂക്കിൽ നിന്ന് നമുക്ക് വരാൻ പറ്റില്ല. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരുടെ കയ്യിലും ഈ ഒരു ഫോട്ടോ, ഈ ഒരു തമ്പിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ഒരു ഫോട്ടോ ഇല്ലാണ്ടിരിക്കില്ല കേട്ടോ. എല്ലാ ടൂറിസ്റ്റുകളും വന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ ഹോട്ടൽസ് ഉണ്ട്. ധാരാളം ഫുഡ് നമുക്ക് ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പല രാജ്യങ്ങളിലെ ഫുഡുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കണ്ടെത്തി, അത് നമ്മുടെ ഫുഡ് എവിടെയാണെന്നുള്ളത് കണ്ടെത്തി പിടിക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഇത് ഒത്തിരി ഏരിയ ഉണ്ട്. നമ്മൾ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരുപോലെയൊക്കെ തോന്നും. സൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഇടവഴികളാണ്. അപ്പം കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ മാപ്പൊക്കെ ഇട്ട് വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ തമ്പിൻ്റെ അടുത്തുള്ള പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്യാണ്. പിന്നെ കുട്ടികൾക്ക് ഇതുപോലെ ബലൂണുകളും കുറച്ച് എൻ്റർടൈൻമെൻറ്റുകളൊക്കെ ഉണ്ട് അവിടെ. ഇപ്പം ചൂട് സമയമായതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും അവിടെ ഇല്ല കേട്ടോ. ആൾക്കാർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും ചൂടാണ്. ഖത്തറിൽ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്. നമ്മൾ പുറത്തിറങ്ങി, റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഒരു 2 അടി നടക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മേലൊക്കെ ഒട്ടാനായിട്ട് തുടങ്ങും കേട്ടോ. അങ്ങനെ നമ്മൾ സൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൂക്കിൻ്റെ പുറത്തെ ഭാഗത്താണ്. സൈഡിലൂടെ പഴയ ഒരു മാർക്കറ്റിൽ, നമ്മൾ പഴയ മാർക്കറ്റുകളിലൊക്കെ സാധനങ്ങൾ പുറത്ത് വെച്ച് കച്ചവടം ചെയ്യുന്നത് പോലെ അവർ അവരുടെ സെയിലിനുള്ള സാധനങ്ങളൊക്കെ പുറത്ത് അറേഞ്ച് ചെയ്തിട്ട് വെച്ചേക്കാണ്. ഇതൊക്കെ നമുക്ക് നാട്ടിലേക്കൊക്കെ പോകുമ്പം മേടിച്ചിട്ട് പോകാനായിട്ടും നമുക്ക് പിന്നീട് നമ്മൾ നാട്ടിലിരിക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഓർമ്മയായിരിക്കും അത്. അതുപോലെ നമുക്ക് കസിൻസിനും നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇവിടുന്ന് ഓരോ ഐറ്റംസൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചൂട് ഇത്രയും കൂടുതലായതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ കുറവുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ യൂറോപ്യൻസ് ആയാലും കുറേ രാജ്യങ്ങളിൽ നിന്നുള്ള വിസിറ്റേഴ്സ് എപ്പോഴും ഇവിടെ തിങ്ങി നിറഞ്ഞിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒരുപാട് പെയിൻറ്റിങ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. നിങ്ങളെൻ്റെ വീഡിയോ കാണുമ്പം ഒരുപാട് പോരായ്മകൾ ഇതിലുണ്ട്. ഫോൺ നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട്. ഞങ്ങൾ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കുഞ്ഞ് കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഒരു പെർഫെക്ഷൻ വീഡിയോയിൽ നമുക്ക് കൊണ്ടുവരാനൊന്നും പറ്റിയിട്ടില്ല. അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ വ്ളോഗിങ് ചെയ്തിട്ട് എനിക്ക് പരിചയമില്ല. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. ഞാൻ ഇമ്പ്രൂവ് ആവും. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് അതിൻ്റെ ഒരു നാക്ക് എനിക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കിനും ഞാൻ സെറ്റാവും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഈ കാണുന്നത് പഴയ ഒരു വള്ളമാണ്. ഇതിവിടെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഖത്തറികൾ പണ്ട് അവരുടെ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ അവർ ചെയ്തിരുന്നത് ഫിഷിംഗ് ആണ്. അവർ മീൻ പിടിച്ചിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിന് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതെന്താണെന്നുള്ളത് എനിക്കും അറിയത്തില്ല. ഇതിനെന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് അത് കടലിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എന്തോ ഒരു സംഗതിയാണ്. പിന്നെ സൂക്കിൽ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനും ഫ്രണ്ട്സായിട്ടിരുന്ന് സംസാരിക്കാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്കിതുപോലെ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഖത്തറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നീറ്റാണ്. ഒരു മാർക്കറ്റ് ആയിക്കോട്ടെ, ഇനി ഇവരുടെ എവിടെയുള്ളൊരു ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ പോലും അത്രയും ക്ലീൻ ആയിരിക്കും. നമുക്ക് ഈ നിലത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു കരട് പോലും ആ നിലത്തുണ്ടാവില്ല. അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്തു. ഈ നടന്നു പോകുന്ന ആൾക്കാർ അവിടെ ക്ലീൻ ചെയ്യുന്നവരാണ്. അവർ ഒരു പേപ്പർ താഴെ വീണാൽ അവർ ഓടിപ്പോയി അത് ക്ലീൻ ചെയ്തിട്ട് അവിടെ നിന്ന് മാറുള്ളൂ. അപ്പം അത്രയും നീറ്റായിട്ട് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ചിന്തിക്കും ഇതൊരു മാർക്കറ്റാണോ? നമ്മുടെ നാട്ടിലൊക്കെ മാർക്കറ്റ് എങ്ങനെയാണ്? അതും ഇതുകൂടിയൊക്കെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റത്തേയില്ല. നമ്മൾ നമ്മുടെ നാട്ടിനെ കുറ്റം പറയുന്നതല്ല, പക്ഷെ ഇവിടെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
കുഞ്ഞി അവൻ്റെ ഷൂ ഒക്കെ ഊരി എനിക്ക് തന്നിരിക്കുകയാണ്. അവൻ്റെ കാലിൽ ഷൂ ഇട്ടിട്ട് മുറിഞ്ഞു. അങ്ങനെ ഒരു ബാൻഡേജൊക്കെ ഒട്ടിച്ചിട്ടാണ് കേട്ടോ പുള്ളി നടക്കുന്നത്. അവൻ്റെ ഷൂ ഇട്ടിട്ട് അവന് വേദനയാണ്, അതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പിന്നെ ഇവിടെ ഇവർ ഇരിക്കുന്നവർ നമുക്ക് ലൈവായിട്ട് സ്നാക്സ് ഉണ്ടാക്കി തരും കേട്ടോ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന വോയിസ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതല്ല കേട്ടോ. ഹസ്ബൻഡ് അന്ന് അവിടെ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന്. പക്ഷെ ഞാൻ അതിന് വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ആ വോയിസിൽ തന്നെ നിങ്ങൾ കേട്ട് നോക്കൂ കേട്ടോ. ഒരാളവിടെ എന്തോ കാര്യമായിട്ടിരുന്ന് തപ്പുന്നുണ്ട്. എന്താണാവോ ബാഗിൽ തപ്പുന്നത്? നമ്മുടെ ചെറിയ ഫാനില്ലേ, ആഹാ, അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാനേ സാധനം ഉണ്ടല്ലോ, ആഹാ, ഈ ചൂടൊക്കെ നമുക്ക് ആ, ഇതുപോലൊക്കെ വന്നിരിക്കുമ്പോ കാറ്റ് വേണം. ആഹാ, ഓക്കെ. കാറ്റ് വരുമ്പോ വരും. പെട്ടെന്നാവട്ടെ. ഒരു റൗണ്ട് കഴിഞ്ഞ് എനിക്ക് തരണം കേട്ടോ. അതെ, ഇതിൽ കാറ്റുകളാണെങ്കിൽ ഇത് ഇടയ്ക്കൊക്കെ ചാർജ് ചെയ്യണം. അതന്നെ എനിക്കും പറയാറുള്ളൂ, ഇടയ്ക്കൊക്കെ ചാർജ് ചെയ്യണം. വർക്ക് ചെയ്യുന്നുണ്ട്. വെറുതെ ഷോ കാണിക്കാനായിട്ട് ഓരോ ഫാനും കൊണ്ട് ഇറങ്ങിയത്. ആരോടും പറയട്ടെ, ഇത് ആരോടും പറയണ്ട, അതന്നെ നല്ലത്. ഇതാണ് നമുക്ക് ഏറ്റവും ഉത്തമം. നമ്മൾ മലയാളികളല്ലേ ഇങ്ങനെ വീശുക. ഇതാണ് സോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം സംസാരിക്കാറുണ്ട്. ഇവിടെ കുറച്ച് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വന്നിരിക്കാം, കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറാനായിട്ടും ഒരു റൈഡൊക്കെ പോകാനായിട്ട് ഇവിടെ പറ്റും കേട്ടോ. നമുക്കിപ്പം ഡെസേർട്ടിൽ പോയി സവാരി നടത്താൻ പറ്റിയില്ല എന്ന് ഓർത്തിട്ട് വിഷമിക്കേണ്ട. നമ്മുടെ സൂക്ക് വാക്കിഫിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സവാരിയൊക്കെ നടത്താം കേട്ടോ. പിന്നെ കുട്ടികൾക്കുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റുകളാണ് ഈ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എന്നും നമ്മൾ വരുമ്പം ഇവിടെ കുറേ അധികം പ്രാവുകളെ കാണാറുണ്ട്. പകൽ വരുമ്പോൾ ഇവിടെ പ്രാവുകളുണ്ടാവും. ഇപ്പോൾ ചൂടായതുകൊണ്ടാണോ എന്നറിയില്ല, ഒരൊറ്റ പ്രാവ് അവിടെ ഉണ്ടായിരുന്നില്ല. നോർമലി അവിടെ പ്രാവുകളെ കൊണ്ട് നിറയും. അത് എടുക്കാനായിട്ട്, വീഡിയോസ് എടുക്കാനായിട്ടൊക്കെ ഒത്തിരി പേര് അവിടെ നിൽക്കാറുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ട് ആ പ്രാവുകൾ വെള്ളം കുടിക്കുന്നതും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പം അവൻ വാശി പിടിക്കുന്നത് അവൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടാണ്. അവൻ അങ്ങനത്തെ വാശികളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഇരിക്കുന്ന കക്ഷീനെ ഞാൻ ഒരുപാട് ഇങ്ങോട്ട് വിളിച്ച് നോക്കാനായിട്ട്, പക്ഷെ ആളെന്നെ തിരിഞ്ഞ് നോക്കിയില്ല. ആളുടെ കണ്ണ് ഒക്കെ മൂടി കെട്ടിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ നോക്കാത്ത ആൾക്കാരെ നമ്മൾ എന്തിനാല്ലേ ഫോഴ്സ് ചെയ്യണേ, അവരവിടെ ഇരുന്നോട്ടെ. പിന്നെ സൂക്കിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ പെറ്റ്സിനെയൊക്കെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള പെറ്റ്സിനെ മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഓന്തില്ലേ, അതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഇതിന് വേറെ ഏതെങ്കിലും നല്ല പേരുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രീഡിന് വ്യത്യാസമുണ്ടോ അങ്ങനെ എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കിയിട്ട് നമ്മുടെ ഓന്തിനെ പോലെ ഉണ്ട്. അവനവിടെ ഇരുന്ന് ഇങ്ങനെ ആടി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ബേർഡ്സ്, പിന്നെ ഫിഷ്, അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പറയുമായിരുന്നു, ഈ മീനിൻ്റെ തലയിൽ ആരാണാവോ ഇടിച്ച് മുഴ വരുത്തിയെന്ന്. ഈ ഫിഷിൻ്റെ പേരറിയാവോ ആർക്കെങ്കിലും? ഞാൻ ഇതിനൊക്കെ ഇവിടെ വന്നിട്ട് കാണുന്നതാണ്. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് അറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. കുഞ്ഞിക്കാണെങ്കിൽ ഫിഷൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഇതുപോലെ ഫിഷും ഫിഷ് ടാങ്കും ഒക്കെ സെറ്റ് ചെയ്ത് വീട്ടിൽ വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവനതിന് തീറ്റ കൊടുത്ത് അതുങ്ങളെ വീർപ്പ് മുട്ടിച്ച് കൊന്നു കളഞ്ഞു. അത് പിന്നെ ഞങ്ങൾ ആ പരിപാടിക്ക് പോയിട്ടില്ല. എന്തിനാ വെറുതെ, അവരിവിടെ ഹാപ്പി ആയിട്ടിരുന്നോട്ടെ. പിന്നെ ഇതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഒച്ചിൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതുപോലെ ഒരു ഞണ്ടിനെ പിടിച്ച് അവർ കൂട്ടിലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഫിഷിനെയും കണ്ടിട്ട്, എല്ലാം ഒരുപോലെ ഇരിക്കുന്ന ഫിഷുകളാണെങ്കിലും അവനെല്ലാത്തിനെയും പോയി കാണണം. 2 തോണ്ടൊക്കെ കൊടുക്കണം. അതുപോലെ ആമേനെയൊക്കെ ഇവർ ഇതുപോലെ ടാങ്കിലിട്ടിട്ട് വളർത്തുന്നുണ്ട്. ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ ഓർത്തു, ഈ ആമേനെയൊക്കെ കൊണ്ടുപോയിട്ട് എന്തിനാണ്, ഇതിനെയൊക്കെ വളർത്തുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഇവിടെ വളർത്തുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കോഴിക്കുഞ്ഞിനെ കണ്ടു. വലിയൊരു കോഴിയെ അവിടെ കൂട്ടിൽ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് കളിക്കുകയാണ് കേട്ടോ അവൻ.
അവന് ഇതുപോലെ കോഴീനെയും കോഴിക്കുഞ്ഞുങ്ങളെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നാട്ടിലാണെങ്കിൽ നമുക്ക് ഇതൊക്കെ വീട്ടിലുണ്ട്, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്കില്ല. ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കാണിച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പറമ്പിലും നമ്മുടെ വീട്ടിലും വീട്ടുകാരുടെ അടുത്തും ഒക്കെ സ്പെൻഡ് ചെയ്തിരുന്ന പോലെ അവന് പറ്റുന്നില്ല. കാരണം നമ്മുടെ കൂടെ നമ്മൾ താമസിക്കുന്നിടത്ത് ഒറ്റയ്ക്കാണ്. മറ്റുള്ളവർ ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനും അവൻ്റെ അപ്പയും അവനും മാത്രമായിട്ടുള്ള ഒരു രോഗമാണ്. അത് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ് എങ്കിൽ പോലും അവൻ്റെ ഒരു കുട്ടിക്കാലം നാട്ടിൽ കിട്ടുന്നത് ഇവിടെ ഒരിക്കലും കിട്ടത്തില്ല. ഇവിടെ വേറൊരു ലൈഫ് സ്റ്റൈലാണ്, വേറൊരു ലെവലാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ നാട്ടിൽ വളരുന്ന ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സന്തോഷം, അവിടെ നിന്ന് കിട്ടുന്ന ആ അറിവുകൾ, അത് ഖത്തറിൽ ഞങ്ങൾക്ക് കുഞ്ഞിക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. സൂക്കിൻ്റെ ഉള്ളിൽ ഒത്തിരി ഷോപ്പുകളുണ്ട്. ഡ്രസ്സുകളുടെ ആണെങ്കിലും അതുപോലെ സ്പൈസസിൻ്റെ ആണെങ്കിലും നമുക്ക് എന്ത് മേടിക്കാനായിട്ട് ഉണ്ടോ അതൊക്കെ നമുക്ക് സൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളും അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. നമുക്ക് സൂക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങാൻ തോന്നില്ല, അതുപോലെ കാണാനായിട്ടുണ്ട്. ഞങ്ങൾ സൂക്കിൽ എത്ര വട്ടം വന്നിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. അതുപോലെ ഞങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് സൂക്ക്. എത്ര പ്രാവശ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പുതുമ നഷ്ടപ്പെടുന്നില്ല. ഓരോ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ പുതിയതായിട്ട് ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് കാണുന്ന പോലെയാണ് തോന്നാറുള്ളത്. ഒരുപാട് ഇടവഴികളുണ്ട്. നമ്മൾ ഇന്ന് വന്ന വഴിയിലായിരിക്കില്ല നാളെ വരുമ്പം പോകുന്നുണ്ടാവുക. അതുകൊണ്ടാണോ ഇനി ഇത്ര പുതുമ എനിക്ക് തോന്നുന്നതെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. സൂക്കിൻ്റെ അടുത്ത് തന്നെയായിട്ട് കിഡ്സിൻ്റെ ഒരു പാർക്കുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വൈകുന്നേരം കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങും. അവനെ പാർക്കിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കളിപ്പിച്ച് അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ നേരെ സൂക്കിൽ വരും. കുറച്ച് നേരം സൂക്കിൻ്റെ ഉള്ളിൽ നടക്കും. നമുക്ക് ഭയങ്കര റീഫ്രഷിംഗ് ആണ്. ഇവിടുത്തെ ആ ഒരു സ്മെല്ലും ഇവിടുത്തെ ആ കാഴ്ചകളും അവിടുത്തെ ആ ഒരു ലൈറ്റും എല്ലാം കൊണ്ടും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റീഫ്രഷിംഗ് ആണ്, മൈൻഡൊക്കെ സെറ്റാവും. പിന്നെ നമ്മളിവിടെ വന്നിട്ട് മുടക്കാണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ടീ ടൈമിലത്തെ മാംഗോൻ്റെ ഫ്രഷ് ജ്യൂസ്, ഒപ്പം ഗ്രേപ്പിൻ്റെ ജ്യൂസ്. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇത് കുടിക്കാണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവാറില്ല കേട്ടോ. ഇത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്നും എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ഞങ്ങളത് മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റിൽ പറയണം. പോരായ്മകൾ നിങ്ങൾ കമൻറ്റിൽ പറയണം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോസിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരും കേട്ടോ. എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.